ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു സ്കൂബി ഗെയിമിംഗ്. അപ്പോൾ കാശ് നമ്മളിത് കളിക്കാൻ പോകുന്നത് കമലയാണ്. ഇൻട്രോ കണ്ടപ്പോഴും മനസ്സിലായല്ലോ. അപ്പം നമ്മളിതിനകത്തിൽ ഇപ്പോൾ എന്തായാലും ഗെയിം ലോഡായിട്ടുണ്ട്. കമല എങ്ങനെയാണ് പ്രേതമായത് എന്നുള്ളതൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കാണുമല്ലോ. നമ്മൾ ഇങ്ങനൊരു സ്ഥലത്താണ് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത്. ഇതാണെന്ന് തോന്നുന്നു കമലയുടെ വീട്. പ്രഭാകർ നിവാസ് 2478 എന്ന് എഴുതിയിരുന്നു. പേശാബ് കർണാമന ഡോണ്ട് യൂറിനേറ്റ് ചുവരി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോനെ കിടില സ്ഥലമാണല്ലേ. ഇതാന്ന് തോന്നുന്നു വീട്. ചെറിയൊരു വീടിൽ കൊള്ളാമല്ലേ. തീയിട്ട് വെച്ചത് നീ കമലേ നീ എന്തിനാണ് തീയിട്ട് വെച്ചത്? ഹോമം വേണം. നമുക്ക് ഈ തീ അണയ്ക്കാൻ ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇത് വെള്ളം വരുന്നില്ലല്ലോ. അതിന് പിടി വേണം. ശരിയാ, പിടിയില്ലാതെ അങ്ങനെ വെള്ളം വരും. ഈ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ബ്രോ ഗായ്സ് കുറേ നേരത്തിന് ശേഷം എനിക്ക് കിട്ടി ഗായ്സ്. ആടടക്കുന്നു. നമ്മൾ ആദ്യം കണ്ടുവരുന്നില്ല, അതിനകത്തായിരുന്നു ഗായ്സ്. ഇതൊക്കെ ചെയ്യണം. എന്തോട് പക്ഷെ ഇതിനെന്തിനാണ് ഈ ആനിമേഷനൊക്കെ കൊടുത്ത് മനുഷ്യനെ പേടിപ്പിക്കണ്ടേ? പോടാ, അമ്മലോട് അപ്പൂപ്പനാന്ന് തോന്നുന്നു. ഇതൊന്നും എടുക്കാക്കത്തില്ല. വേറെ ഇവിടെ എന്തെങ്കിലും നമുക്കെന്നാലും ഇവിടെ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഇത് കൊണ്ടുപോയിട്ട് വെള്ളം മറ്റേ എന്താണ്ട് വെള്ളം വരുത്തത്തില്ലേ, അത് സംഭവം ചെയ്യും. കുടം ഇതാണ്ടൊരു കുടം കിടക്കുന്നു. കമലയുടെ കുടവാന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഇത് കൊണ്ടുപോയി വെള്ളം ഒഴിക്കാം. പോട്ടെ, പെട്ടെന്ന് പോയി വെള്ളം ഒഴിക്കാം. ഗൈസ് ഈ വീഡിയോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇച്ചിരി സീനാണ് ഈ ഗെയിം കൊണ്ടാണ്. ഗൈസ് നിങ്ങളിത് ഫോണിലൊക്കെ ഉണ്ട്, നിങ്ങൾ കളിച്ച് നോക്കുക. ഞാനത് വെള്ളം പിടിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മളാ കുടം എടുത്തുകൊണ്ട് വരണമായിരിക്കും. എന്നാൽ പോയി നമുക്ക് ആ കുടം എടുത്തിട്ട് വരാം. കുടം കിട്ടി. കുടം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ കുടം എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് ഈ കുടം ഇങ്ങോട്ട് വെക്കണം. എന്നിട്ടിത് എന്തൂടെ പറയുന്നത്, തുറക്കുകയും താക്കുകയൊക്കെ ചെയ്യണം. കീപ്പ് ഫിൽ വാട്ടർ ഫില്ലാവുന്നുണ്ട്. ചെറുതായിട്ട് വെള്ളം വീഴുന്നുണ്ട്. നിറഞ്ഞെന്ന് തോന്നുന്നല്ലോ. ഇതെന്താ ആവാത്തേ? ഇത്ര നിറഞ്ഞ കേസ് അത്രേ ഉള്ളൂ. നമ്മളിനി ആ വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിക്കണം. ഈ വെള്ളം കുലുങ്ങുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഗെയിമിൻ്റെ സൗണ്ട് ചിലപ്പോഴേ കേൾക്കാൻ പറ്റൂ. കാരണം ഞാൻ ഗെയിമിൻ്റെ സൗണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ലെന്നാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഗെയിമിലേക്ക് കയറുമ്പോൾ ലൗഡ് നോയ്സ് ക്യാനലോ ഇതിൻ്റെ സ്ഥലം ആൽബിൻ എടുക്കുക. വാവ്, നല്ല ഗ്രാഫിക്സൊക്കെയുള്ള കിടിലൻ ഗെയിമാണ് ഗൈസ്. എൻ്റെ മോനെ കിടിലൻ ഗെയിം ഗൈസ്. ഇതിനകത്ത് BGM കേൾക്കാൻ കിടിലായിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കളിച്ച് നോക്കും. ഇതിനകത്ത് എനിക്ക് ഒന്ന് ഇത് റെക്കോർഡ് ആവുന്നില്ലെന്ന് തോന്നുന്നു. നമുക്കടുത്ത് പറഞ്ഞേക്കുന്ന ഒബ്ജക്റ്റീവ് ഫൈൻഡ് കമല എന്നാണ്. ഇവിടെ എന്തെങ്കിലും കമല നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഒഴിപ്പിക്കാൻ വന്നവരാണല്ലോ. ഹോമം വേണം, അതാണല്ലോ നമ്മുടെ ഒരു മെയിൻ സ്ട്രാറ്റജി. ഇതിൽ വീണേ പേടിച്ചു പോയി. എക്സോർസൈസ് കമല അടുത്ത ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ എനിക്ക് അവിടെ ഒന്ന് വെക്കണം തോന്നുന്നു. ഇവിടെ നിന്നാണ്ട് കോർട്ട്യാർഡിലൊക്കെ ഉണ്ട്. എൻ്റെ പുണ്യ ആ സാധനം വീണത് ഞാൻ പേടിച്ചു പോയി. എൻ്റെ നെഞ്ചിരിപ്പ് ഇതുവരെ മാറിയില്ല ഗൈസ്. ആ ഗ്ലാസ് വീണത് കമലയുടെ പഴക്കം ചെന്ന ഗ്ലാസ്സാന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ്ടൊരു കട്ടില്. എനിക്കൊന്ന് ഈ കട്ടിലിനടി ഒളിച്ചിരിക്കാം. ഇത് കഴിഞ്ഞ് പോയാൽ എന്തെങ്കിലും കിട്ടുമോ? കുതിര ഡോങ്കിയാണോ കുതിരയാണോ എന്താണ്ടുണ്ട്. ഇത് തുറന്ന് നോക്കട്ടെ. ഇത് തുറക്ക് തോന്നുന്നില്ല. നമുക്ക് തിരിച്ചു പോയിട്ട് എന്തെങ്കിലും ചോര നേരത്തെ ഉണ്ടായിരുന്നുണ്ട്. സോസ് ആയിരിക്കും. ടെസ്റ്റ്. ഇതിനകത്ത് റൺ ചെയ്യാനൊക്കെ സ്റ്റാമിന ബാറാണോ ഗൈസ് താഴത്തത്? ഗൈസ് എനിക്ക് ചെറിയ സൗണ്ട് നല്ല സൗണ്ടുണ്ട് ഗൈസ്.
ഹെഡ്സെറ്റ് വെച്ച് കളിക്കണം കൈസ് നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ലോണം മനസ്സിലാവും. ആ ചിലങ്കയുടെ സൗണ്ടിനെ ആ സൗണ്ട് മണി ആ തട്ടി തട്ടി അവൾ വരുന്നു എനിക്ക് കേൾക്കാം അവൾ അലർന്ന് ചോദിച്ചോ മുന്നേ അവൾ നിനക്ക് എനിക്ക് തോന്നുന്നു എവിടെ കൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ എന്തൊരു പേര് ആ മണി കേട്ടിട്ട് ഇട്ടിട്ടുണ്ട്. അത് തട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനകത്ത് അവളെ പിടിക്കാൻ വരുമെന്ന് തോന്നുന്നു. അവളെൻ്റെ അടുത്ത് എവിടെയോ ഉണ്ട്, എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട് ഗൈസ്. കമല പോയോന്നറിയാൻ വയ്യ, ചിലപ്പോൾ പോയി കാണും, എനിക്കറിയാൻ വയ്യ. തുറക്കണം, ഇച്ചിരൂടെ വെയിറ്റ് ചെയ്യാം. സിംഗിങ് പാട്ട് പാടുന്നറാ. പിന്നെടാ കമല എനിക്ക് തോന്നുന്നു മറ്റില്ല ഒരാളാന്ന് തോന്നുന്നു, മറ്റില്ല പാട്ട് പാടുന്ന ഒരാളുണ്ടല്ലോ. അല്ല ഒരാളല്ല 5-6 പേരുണ്ടല്ലോ. 5-6 കുറേ പേരുണ്ട് ഗൈസ്. പാട്ട് പാടുന്ന വേടനാന്ന് തോന്നുന്നു, വേടി. അതുകൊണ്ട് കമല ഒരു കിടിലം പാട്ടുകാരിയാണ്. പോയില്ല ഗൈസ്, എൻ്റെ അടുത്തുണ്ട് അവള്, അതെനിക്കറിയാം, എനിക്ക് കേൾക്കുന്നുണ്ട് അങ്ങനെ ആ സൗണ്ട്. എന്തെന്ന് പറയണേ, ഒരു വലിയ ചിലങ്ക ഇട്ട് ഭയങ്കര പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ ഇറങ്ങി വരുമോ, അങ്ങനെ ആയിരിക്കുമല്ലോ ആയിരിക്കും. പക്ഷെ കമല നേരിട്ടൊന്നും കാണണം, എന്നാലും ഒരു വൈബുള്ളൂ ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ രക്ഷപ്പെടുമെന്ന് എനിക്കും തോന്നുന്നില്ല, അതെന്തായാലും നടക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കി. നമ്മളെന്തായാലും വെളി ഇറങ്ങിയിട്ടുണ്ട്, അത് തുറന്നിട്ട് ആ പാവക്കുട്ടി അതെവിടെയെങ്കിലും വെക്കാനുള്ളതാണ്. അതെന്ത് ഫോർഡ് മെമ്മറീസ് എനിക്കൊന്ന് കണ്ടത് കേട്ടോ. അവള് വരുന്നു ഗൈസ്. അവൾ ഇപ്പോഴാവുന്നു പോയെ ഗൈസ്. ഇതിനെനിക്കൊരു ട്രാൻസിഷൻ ഇടാറുണ്ടായിരുന്നു, ഞാൻ ഇട്ടേക്കാം. എൻ്റെ പൊന്നേ അവളുടെ സൗണ്ട് അവളിവിടെ ഉണ്ട്. പൊന്നേ പേടിയാവുന്നതാ, ഇത് തുറക്കുന്നില്ലടാ. അവൾ വരുന്നടാ, ഓടാ അവൾ വരൂടാ. അവളെന്നെ പിടിക്കൂടാ. ഇത് വന്ന സ്ഥലമല്ലേ, ഇവിടെ തന്നെ തിരിച്ചു വന്നു. അങ്ങോട്ട് പോലോ ഗൈസ്, ഞാൻ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു ഗൈസ്. ഈ വീട് ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിയ വീട് തന്നെ. വെളിയിൽ കണ്ടപ്പോൾ എന്തെങ്കിലും ചെറുതായിരുന്നു ഗൈസ്. അവള് വരുന്നു ഗൈസ്. അവള് വരുന്ന എനിക്ക് പേടിയാവുന്നു. അയ്യോ ഗൈസ്, പേടിയാവും ഗൈസ്. ഇത് കിട്ടില്ലോ, നല്ലോണമൊക്കെ പേടിയാവും ഗൈസ്. നിങ്ങൾക്ക് ജംപ് സ്കെയർ ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ അല്ലാതെ നല്ലോണമൊക്കെ പേടിയാവുന്നു. ഫസ്റ്റ് ഒരു ജംപ് സ്കെയർ ഉണ്ടായിരുന്നു, മറ്റില്ല സ്കെയർ ക്രോ ആ സാധനം വെച്ച് കൊള്ളായിരുന്നു കേട്ടോ. ഇത് തുറക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് കോഡടിക്കണം, കോഡെന്തോന്ന് അറിയത്തില്ല. പക്ഷെ നല്ലോണമൊക്കെ പേടിയാവുന്നൊരു ഗെയിം. എൻ്റെ പൊന്നേ, എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് പഴയ കേൾക്കുന്നു, എനിക്ക് വയ്യ. കമല ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ, എന്തൊരു കഷ്ടം. ഇവിടെ എന്താണുണ്ടല്ലോ അവിടെ. I can hide from her, but not for long. She is unstoppable. I don't know if I can escape. I don't know if I can survive. Lord Hanuman, please save me. എൻ്റെ മോനെ ആറാ ഇത് എഴുതി. എനിക്കത് കമലയുടെ ഭർത്താവാന്ന് തോന്നുന്നു, അവനെ കൊന്നു തിന്നല്ലോ. അവള് വരുന്നു. അവളുടെ സൗണ്ട് എനിക്ക് കേൾക്കുന്ന പോലെ എന്തോ ആടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയോ സൗണ്ടുകളുണ്ട് ഗൈസ്. ഹെഡ്സെറ്റ് വെച്ചിട്ട് വെക്കാതെ കളിക്കാൻ എനിക്ക് ഇത്തിരി പാടാണ്. അവൾ എവിടെ നിന്നാണ് വരുന്നതൊന്നും മനസ്സിലാവത്തില്ല. പൊന്നേ എവിടെ വരുന്നതാ, ഈ ഡോർ ലോക്കഡാന്ന് തോന്നുന്നു. അവള് വരുന്നു, രണ്ടും കഴിപ്പിച്ചങ്ങ് പോയാലോ. നമുക്ക് അങ്ങോട്ട് പോകും, എനിക്ക് പേടി അങ്ങോട്ട് പോകും. ഇത് നമ്മൾ വന്ന സ്ഥലമാണല്ലോ. പോവാം. സൗണ്ടൊന്നും കേൾക്കുന്നില്ല. പോവാം. ഇത് ആടുന്ന സൗണ്ടായിരുന്നു കേട്ടോ. അവിടെ മണ്ടയ്ക്ക് സാധനം ആടുന്നുണ്ട്, അതിൻ്റെ സൗണ്ടായിരുന്നു കേട്ടോ. മണിയുണ്ടോ, മണി എടുത്ത് കിട്ടുന്നുണ്ട്.
ഓ ഇതെന്തോ ആന. ഓ ഇത് എന്തോ കോഡൊക്കെയാന്ന് തോന്നുന്നു. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ചാലേ നമുക്കെന്തോ രക്ഷപ്പെടാനൊക്കെ പറ്റത്തുള്ളൂ. അവൾ വരുന്നെന്ന് തോന്നുന്നു. അയ്യോ അവൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എനിക്കറിയാൻ വയ്യ. എൻ്റെ പൊന്നെ കമലേ വരല്ലേ കമലേ. അവളെൻ്റെ അടുത്തുണ്ട്. എന്താ വല സൈഡിൽ നിന്നൊക്കെ തോണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇട സൈഡിലുണ്ട്. ചിരിക്കണ്ട, നീ ചിരിക്കണ്ട. ഹോമം ചെയ്ത് ഞാൻ നിന്നെ ഇല്ലാതാ. ഹോമം വേണം. എന്തോ ചെയ്യണം. നീ സമ്മതിച്ച് നിന്നെ ഞാൻ രക്ഷിക്കാമായിരുന്നു. പക്ഷേ നീ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യാനെന്ന് പറയണേ ഗൈസ്. പിന്നെ എനിക്ക് പനിയായിട്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് എല്ലാവരും സാദരം ക്ഷമിക്കുക. അങ്ങനെ പോയില്ലേ? പോയി. അയ്യോ ഓടോ വരുന്നോ. അയ്യോ അവളെ കണ്ടോ അവള് ചത്ത്. പേടിയാവും ഗൈസ് ഇത്. ഞാൻ മാക്സിമം അലറാതെ പിടിച്ചിരിക്കുന്നു. ഡേ 2 തുറക്ക് നിക്കടാ. കല്ലൊക്കെ അടിച്ച് താഴെ ഇടുന്നു. എൻ്റെ സൗണ്ട് കേട്ടോ. അവള് വരുന്നറാ. ടൂണ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ കേൾക്കുന്നുണ്ടോ? അവള് വരുന്നറാ. അയ്യോ തുറക്കണം. അവള് വരുന്നറാ. ഓടണം. കുഞ്ഞേ അവൾ ഇവിടുന്ന് വരുന്നത്. ബാക്കിന്ന് ഓട്. ഇതിനകത്ത് കയറി കാണിക്കാം. അയ്യോ തുറക്കണം. പേടിയാവും ഗൈസ്. ഡേ 3 ആയിട്ടുണ്ട്. ഇത് മറ്റൊരു ആനയുടെ കോഡ്. ലെഫ്റ്റ് അപ്പ് റൈറ്റ് ലെഫ്റ്റ് കോടാ. എന്തൊരു അടുത്ത് നോട്ട് സാധനം എടുക്കട്ടെ. ലെഫ്റ്റ് അപ്പ് റൈറ്റ് അതാണ് ഗൈസ്. ഇതെങ്ങനെ തുറക്കും? ഇത് പൂട്ടിയൊക്കെ വന്നു തോന്നുന്നു ഗൈസ്. ഇതെങ്ങനെ തുറക്കും? ഞാൻ എന്തൊരു കുട എടുത്തേ. കുട ഇരിക്കുന്നുണ്ടോ തുറക്കൊക്കത്തെ? പക്ഷെ കുടയിട്ട് കളയാനും ഒക്കുന്നില്ല. എന്താ തുറക്കാത്ത? കുട എടുക്കണ്ടായിരുന്നു. കുടയിട്ട് തുറക്കാനായിരുന്നില്ലേ? ഇവിടെ എന്തോ വീണ്ടും ഇങ്ങോട്ട് വേണ്ട. നമുക്ക് ആ റൂമിൽ ഇത് തുറന്നു നോക്കട്ടെ. ഇങ്ങനത്തെ ഒന്നുമില്ലല്ലോ ഗൈസ്. ഒന്നുമില്ലാതെ എന്തിനാ ഇതൊക്കെ വെച്ച്? ഇതാണെന്ന് തോന്നുന്നു ഗൈസ് കോർട്ട്യാർഡ്. ഇവിടാണ് നമ്മൾ ഹോമം ചെയ്യാൻ പോകുന്നത്. ഇവിടാണ് നമ്മൾ സാധനങ്ങൾ വെക്കേണ്ടത്. സൈഡിൽ ഒരു നിര തന്നെ ഉണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാനുണ്ട്. പക്ഷെ അവളുടെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് ഗൈസ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് വെക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു സാധനം പോലും ഞാൻ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചില്ല. ഇതില്ലേ വെക്കണം. പ്ലീസ് സേവ്. ഇവിടെ നിന്നെ ഞാൻ രക്ഷിക്കാം. പക്ഷെ നീ സമ്മതിക്കണ്ടേ? എന്തൊരു കഷ്ടം ഇത്. അതിനകത്ത് എന്നാണ് ഇരിപ്പുണ്ടല്ലേ. തുറക്കാൻ പറ്റുമോ? കീ വേണം. അവളുടെ സൗണ്ട് അവളിവിടെ ഉണ്ട്. നോക്കണം. നോക്കിയാൽ അവളിവിടെ ഉണ്ട്. ഓർഡറോ ഇതുവഴി പോ. അവളിവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ കിണർ കണ്ടോ? പണ്ടത്തെ ടൈപ്പ് കിണറാന്ന് തോന്നുന്നു. ഇതിനകത്ത് എന്തോ. അയ്യോ നാടൊരു മണി. ഞാൻ ശ്രദ്ധിക്കില്ല ഫസ്റ്റ്. വേണ്ട ഇതെന്തോന്ന് വായിച്ചു നോക്കട്ടെ. ലോഡ് റാം വിൽ സേവ് മീ. ഇതെല്ലാം ഒന്നും തന്നെയാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. ഇതെടുക്കാൻ പറ്റുമോ? പക്ഷെ ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല പറഞ്ഞാൽ എന്താ ചെയ്യാനായി. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കും. അത് കാര്യം വെക്കണ്ട. അതിവിടെ ചെറിയ അങ്ങോട്ടും തട്ടുന്ന മുട്ടുന്ന സൗണ്ടൊക്കെയാണ്. അവളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെറുതാ വന്നറ. ഇതെന്തു? ഞാൻ ഒരു പരസ്യം കണ്ടോ അതിന് വേണ്ടിയിട്ട്. അവളെന്നെ പിടിക്കുന്നു. എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിയോ പേടിച്ചു പോയി. നമ്മുടെ ലൈഫ് കഴിഞ്ഞു. അവള് നമ്മളെ കൊല്ലാൻ പോവുക. നമ്മളാ വേണ്ട. നിന്നെ എടുത്തോളാടി. പിന്നെ മൃത്യു
അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലേ ലൈക്ക് ചെയ്യുക. അപ്പം ഇതിൽ നല്ല വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ പീസ് ഔട്ട്.